ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഞാനിന്നിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോകണമെന്നറിയാവോ? ഇത് നമുക്ക് പഴുത്ത ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. എന്താ നല്ല സൂപ്പർ പപ്പായയാണ്. നമുക്ക് ഈ പപ്പായ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ? കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇപ്പോൾ ഇവിടെ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എങ്കിൽ നമുക്ക് ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? വാ. അപ്പോൾ നമുക്ക് ഈ കപ്പളങ്ങ കട്ട് ചെയ്യാം. നല്ല പഴുത്ത നല്ല കപ്പളങ്ങയാണല്ലോ. ഇത് നമ്മുടെ കപ്പളത്തെ തന്നെ ഉണ്ടായ കപ്പളങ്ങയാണ് കേട്ടോ. കുഞ്ഞൂസിന് ഇത് തിന്നാൻ കൊടുക്കുമ്പോൾ കുഞ്ഞൂസിന് ഇങ്ങനെ വേണ്ട, ഹൽവയാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. ഹൽവയാണെങ്കിൽ അവൻ തിന്നോളാന്ന് ഉണ്ടോ. നല്ല പഴുത്ത കപ്പളങ്ങയാണ്. കുരുവൊക്കെ നോക്കാം, എന്തുമാത്രം കുരുവാന്ന് നോക്കി. ഈ കുരുവിനെല്ലാം നമുക്കിങ്ങനെ തോണ്ടിക്കളയാം. കണ്ടോ, നല്ല പഴുത്തതായത് കാരണം ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങോട്ട് പാത്രത്തിലേക്ക് ചരണ്ടി ഇടാം നമുക്ക്. എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കാനുള്ളത്. അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് പഴുത്തതായത് കാരണം ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. നമുക്കങ്ങനെ ഇതെല്ലാം എടുക്കാം. നമ്മുടെ കപ്പളങ്ങയുടെ പഴുപ്പെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വാ, നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായയുടെ പൾപ്പ് ഒഴിച്ച് കൊടുക്കാം. പപ്പായയുടെ പൾപ്പിനകത്ത് വെള്ളത്തിൻ്റെ അംശമുള്ളത് കാരണമാണ് ഈ വെള്ളമെല്ലാം ഫുള്ള് പറ്റി വരണം. നമ്മുടെ പപ്പായയ്ക്ക് നല്ല കളറുണ്ടേ, അത് കാരണം നമുക്ക് കളറൊന്നും ചേർക്കണ്ട. നല്ല അടിപൊളി പഴുത്ത പപ്പായ ആയത് കാരണം നല്ല അടിപൊളി കളറുണ്ട്. നല്ല മധുരമുള്ള പപ്പായയാണ്. നല്ല മധുരമുള്ളത് കാരണം നമുക്കൊരു കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് ബൗളിന് അര ബൗള് പഞ്ചസാര ചേർക്കുന്നു. അതും കൂടി ഇട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഞാനൊരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേഗം ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് കട്ടയാകാൻ തുടങ്ങും. ഉണ്ടോ, പപ്പായക്ക് നല്ല കളറില്ലേ കുഞ്ഞു? പപ്പായക്ക് നല്ല കളറില്ലേ? നല്ല പഴുത്ത പപ്പായ ആയത് കാരണം അടിപൊളി ഹൽവ കിട്ടും കേട്ടോ നിനക്ക് തിന്നാനായിട്ട്. ഓക്കെ, നല്ല കളർഫുൾ ഹൽവയായിരിക്കും. ഇതിനകത്ത് കളറൊന്നും നമുക്ക് ചേർക്കണ്ട അല്ലേ? കളർ ചേർക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഇല്ല. അപ്പം നമുക്കിതിൻ്റെ നടുവിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണേലും ചേർക്കാം കേട്ടോ. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുഞ്ഞുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടായത് കാരണം കുഞ്ഞൂസിനൊക്കെ തിന്നാൻ വേണ്ടി ആയതുകൊണ്ട് നെയ്യ് ഇട്ടത്. പിള്ളേർക്ക് നെയ്യാണല്ലോ നല്ലത് ഓയിലിനേക്കാളൊക്കെ. അപ്പം നമുക്കൊരു കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാവേ. അത് മുറുകുന്നതിനനുസരിച്ച് അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ നെയ്യ് ചേർക്കുക എന്നുള്ളതാണ്. അത് വിട്ട് വരുന്നിടം വരെ നല്ലപോലെ മുറുകി അത് നല്ല ഹൽവയുടെ പരുവായി നമുക്ക് വിട്ട് വരുന്നിടം വരെ ആവശ്യത്തിന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക്. അപ്പം അതിങ്ങനെ കുറുകി നമുക്ക് നല്ല ഹൽവയുടെ പരുവത്തിലായി കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവ നോക്കിയേ ആയി രൂപാന്തരപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൽവ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം? ഞാൻ പഞ്ചസാര കൂട്ടി കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ പഞ്ചസാര എടുത്തായിരുന്നല്ലോ ഇതിനകത്ത് ഇടാൻ വേണ്ടി. അതേ കൂട്ട് കുറച്ചെടുത്തിട്ട് ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടത്തിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ആ പൊടി തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്, ഏലക്കാപ്പൊടി. അപ്പോൾ അതിട്ടന്നെ ഇളക്കാം. അപ്പോൾ ഏലക്കയുടെ ഒരു നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അല്ലേ, അവിടെ പിടിക്കുന്നുണ്ട്. നമുക്കൊരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. നല്ല നോൺ സ്റ്റിക്ക് ചട്ടിയുള്ളവർക്കാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ വരും. നമ്മുടെ നോൺ സ്റ്റിക്ക് ചട്ടി കുറച്ച് പഴയതായിപ്പോയി. നല്ല നോൺ സ്റ്റിക്ക് ചട്ടിയായിരുന്നു, പക്ഷെ ഇച്ചിരി പഴയതായിപ്പോയപ്പോൾ ഇച്ചിരി പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഇത്രയും പരുവാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാമല്ലോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കൊന്നുകൂടെ ഇളക്കി കൂട്ടാം. അടിപൊളിയായി. അടിപൊളിയായോ? കാണാൻ ആയിക്കൊണ്ടിരിക്കുവല്ലേ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മുടെ ഹൽവയായി വരുന്നത്. കണ്ടില്ലേ, ഹൽവയായി വരുന്നുണ്ട്. അപ്പം ലാസ്റ്റ് സമയത്ത് നമുക്കൊരിത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റല്ലേ, ആയി വരുവാണ്. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് എല്ലായിടവും ആയി കിട്ടട്ടെ. ഹൽവ കട്ട് ചെയ്ത് കഴിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ കടിക്കണ്ടേ. അപ്പം നമ്മുടെ ഹൽവ ഇങ്ങനെ ചട്ടിയെന്ന് പറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞൂസേ. കണ്ടോ, ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹൽവ റെഡിയാകും. റെഡിയായിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്തമാണ് കാണുന്നത്. കണ്ടോ, ചട്ടിയെന്ന് വരാനൊക്കെ തുടങ്ങി. ഒന്നും കൂടെ ഒന്ന് ഉരുണ്ട് വരാനുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മാറ്റണ്ടേ. നമുക്ക് നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്ന ഏത് പാത്രമാണേലും അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും. ഇതാ കണ്ടോ ഹൽവ. അപ്പം നമ്മുടേത് ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ തടവി ഇച്ചിരി എള്ളൊക്കെ വെതറി, വെളുത്ത എള്ളൊക്കെ വെതറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഹൽവേനെ ചടിച്ചിട്ട് നിരത്തി എടുക്കാം അല്ലേ? അതെ. അപ്പം നമ്മുടെ ഹൽവേനെ ഇടാൻ പോവാണേ. നമ്മൾ നിരത്തി കൊടുക്കാം. ഇങ്ങനെ ഭംഗിയായിട്ട് നിരത്തി കൊടുക്കണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല കളറില്ലേ? അതെ. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നമുക്കൊരു 3-4 മണിക്കൂർ വെക്കണം. വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പം നമ്മളിനി എന്നാ ചെയ്യണം, ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തിച്ചിരി എള്ള് വെതറി കൊടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹൽവ പോലെ തന്നെ കിട്ടും അല്ലേ? അതെ. തണുക്കട്ടെ, ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ലപോലെ കഴിയുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എങ്ങനെ നമ്മുടെ ഹൽവയുടെ വീഡിയോ? സൂപ്പർ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ വൈകുന്നേരം ഹൽവയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നല്ലോ സന്ധ്യയായപ്പോൾ. അപ്പോൾ നമുക്കിന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത പാത്രം കൊട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഹൽവ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹായ്, അടിപൊളിയായിട്ട് ഹൽവ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹൽവ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് അതിനെ കൊട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞൂസിനുള്ള ഹൽവ റെഡി. ഇച്ചിരി വലുതും ചെറുതൊക്കെ ആയാലും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹൽവ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാ, ഹായ്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ അടിപൊളി ഹൽവ. അപ്പോൾ കുഞ്ഞൂസ് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹൽവ കട്ട് ചെയ്തു. നോക്കിയേ എങ്ങനെയുണ്ടെന്ന് ഹൽവ. നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന്? ടേസ്റ്റ് ഉണ്ടോന്ന്? ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ലതാണോ? പപ്പായ തിന്നാറില്ല, പക്ഷെ ഹൽവ ആക്കിയപ്പോൾ ഞാൻ തിന്നുന്നുണ്ട്. പപ്പായയുടെ പഴമൊന്നും ഫ്രൂട്ടൊന്നും തിന്നുന്ന ഇഷ്ടമല്ല. ഹൽവയാക്കിയപ്പോൾ ഇഷ്ടമായി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവിടെ എല്ലാവർക്കും ബൈ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെയൊന്ന് പപ്പായ ഹൽവ ഉണ്ടാക്കി നോക്കി അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.